Welcome to Sapphire Future Academy Board Booster Series. Our next class. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഗോസസ് തിയറം. ഇത് പറയുന്നത് നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് വിചാരിക്കുക. ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുമ്പോൾ അതൊരു സ്ഫെറിക്കൽ സർഫസാണ്, റിംഗ് ഒന്നല്ല, ഫുള്ള് കവർ ചെയ്യണം, ക്ലോസ്ഡ് സർഫസാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊരു ചാർജ്, ഇവിടെ ഒരു ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ലീവിങ് ഫ്ലക്സ് ആണ് ഇവിടെ അല്ലേ. ഈ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമായിരുന്നല്ലോ ഫ്ലക്സ്. അപ്പോൾ ഈ ക്ലോസ്ഡ് സർഫസിലൂടെ കുറേ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകും അല്ലേ. ഇതിലൂടെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം പാസ് ചെയ്യുന്നത് ഈ ക്ലോസ്ഡ് സർഫസിലൂടെയാണ്. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, ഈ ക്ലോസ്ഡ് സർഫസിലൂടെ പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് through closed surface in vacuum equal to Gauss theorem പറയുന്നത് it is equal to 1/epsilon 0 times net charge enclosed by closed സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജ്, ഉള്ളിലുള്ള ചാർജ് എടുക്കാൻ കാരണം നമ്മൾ കാണുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പുറമേ ഒരു ചാർജ് വെച്ചാൽ ഈ ചാർജിൻ്റെ ഫ്ലക്സ് ഈ സർഫസിലൂടെ ഇല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുറമേ ചാർജ് വെച്ചാൽ അതിൻ്റെ ഫ്ലക്സ് ഈ സർഫസിലൂടെ ഉണ്ടാവില്ല. ഇതിലൂടെ ഫ്ലക്സ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം? ചാർജ് വേണം. അപ്പോൾ നമ്മൾ ഈ സർഫസിലൂടെയുള്ള ഫ്ലക്സാണ് കാണുന്നത്. ഫ്ലക്സ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചാർജ് വേണം. പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് ഇതിലൂടെ ഉണ്ടാവില്ല. കാരണം ഫ്ലക്സ് ഇവിടുന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യും, അവിടുന്ന് ലീവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ഇല്ല. ഫ്ലക്സ് ഈ ക്ലോസ്ഡ് സർഫസിലൂടെ, ഈ സ്ഫിയറിലൂടെ ഫ്ലക്സ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് വേണം? ചാർജ് വേണം. അത് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു +Q1 ഒരു -Q12 ഉണ്ടെന്ന് വിചാരിച്ചോ. നെഗറ്റീവ് ചാർജിൻ്റെ ഫ്ലക്സ് ഉള്ളിലേക്കല്ലേ വരിക. അപ്പോൾ ഈ നെഗറ്റീവ് എടുക്കണ്ടേ, പിന്നെ എൻറ്ററിങ് ഫ്ലക്സ് അല്ലേ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നെറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ അപ്പോൾ Q1 + -Q2 എടുക്കണം, Q1 - Q2 എടുക്കണം. ചാർജുകളെ ആഡ് ചെയ്യുമ്പോൾ സൈൻ നോക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ചാർജ് ഉള്ളെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാകെ ഒരു ക്യൂ ഉള്ളൂ, ഉള്ളെങ്കിൽ അവിടെ ക്യൂ കൊടുത്താൽ മതി. ഓക്കെ, അതിനെ ചാർജ് എടുക്കേണ്ടത് ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു സ്മോൾ ഏരിയ എടുത്തു, DS, സ്മോൾ ഏരിയ ആണ് DS. ആ സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് എങ്ങനെ കാണാം? അതിൻ്റെ ഉള്ളിലൂടെ പോയ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, സ്മോൾ ഏരിയയിലൂടെ പോയ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വെക്റ്റർ E.A ഫ്ലക്സിൻ്റെ ഫോമുല. അപ്പോൾ സ്മോൾ ഏരിയ ആകുമ്പം ഏരിയ DS ആണ്. അപ്പോൾ E.DS, ഏരിയ DS, ഇതാണ് ആ സ്മോൾ ഏരിയയിലൂടെ പോയ ഫ്ലക്സ്, അതിലൂടെ പോയ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ ഇത് സ്മോൾ ഏരിയയിലൂടെ പോയ ഫ്ലക്സ് ആണ് E.DS. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കാണാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സ്മോൾ ഏരിയയിലൂടെ പോയ ഫ്ലക്സ് ആണ് E.DS. ഇത് സ്മോൾ ഏരിയയിലൂടെ പോയ ഫ്ലക്സ് ആണ്. ടോട്ടൽ ഫ്ലക്സ് കാണാൻ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇടണം, ക്ലോസ്ഡ് സർഫസ് എന്ന് കാണിക്കാൻ ഇങ്ങനെ ഇട്ട്. അപ്പോൾ ഇത് സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് ആണ് E.DS. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് ആയി. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ഇതിൻ്റെ ഉള്ളിലുള്ള നെറ്റ് ചാർജ്, ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എൻക്ലോസ്ഡ്, നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് അല്ലെങ്കിൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. കാരണം പുറമേയുള്ള ചാർജ് എടുക്കാത്തത്
പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് ഇതിലൂടെ ഉണ്ടാവില്ല. കാരണം പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് ഇവിടുന്ന് എൻ്റർ ചെയ്യും, പിന്നെ ലീവ് ചെയ്യും. അങ്ങനെ വന്നാൽ ഫ്ലക്സ് ഇല്ലാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോസ് തിയറത്തിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്കിതൊന്ന് പ്രൂവ് ചെയ്താൽ ഇവിടെ ചാർജ് എൻക്ലോസ്, ഈ കേസിൽ ചാർജ് എൻക്ലോസർ എന്ന് പറയുന്നത് ഒരു ക്യൂ ആണെങ്കിൽ ക്യൂ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഗോസ് തിയറത്തിൻ്റെ പ്രൂഫാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ചാർജ് എടുത്തു, ഒരു പോയിന്റ് ചാർജ്. ഇതിന് ചുറ്റും ഞാനൊരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക പുറത്തേക്ക്, അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ചുറ്റും എല്ലാവരുടെയും വരക്കാം. ഇവിടെ ഞാൻ എവിടെയെങ്കിലും ഒരു സ്മോൾ ഏരിയ എടുത്തു. ഇവിടെ ഒരു സ്മോൾ ഏരിയ എടുത്തു. ഓക്കെ, നമ്മളെങ്ങനെയായിരുന്നു ഏരിയ വെക്ടർ വരക്കുക? ഫ്ലക്സ് കാണേണ്ട ഫോമുല ഇങ്ങനെയായിരുന്നു, ഇ എ കോസ് തീറ്റ. ആര് തമ്മിലുള്ള ആംഗിളായിരുന്നു? ഫ്ലക്സ് കാണേണ്ട ഫോമുല ഇങ്ങനെയായിരുന്നു. ആര് തമ്മിലുള്ള ആംഗിളായിരുന്നു? തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിളാണ്. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വരിക. ഇവിടെ നമ്മൾ ഒരു സ്ഫിയറിൻ്റെ മുകളിൽ ഏരിയ വെക്ടർ എങ്ങനെ വരക്കുക? ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്ക് വരക്കുന്ന വെക്ടറാണ് ഏരിയ വെക്ടർ. അപ്പോൾ ഇതാണ് ഏരിയ വെക്ടർ. അപ്പോൾ ഇവരെ നമ്മൾ ആംഗിൾ 90 ആണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഏരിയ വെക്ടർ വരച്ചാലും പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണല്ലോ ഏരിയ വെക്ടർ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ ഏരിയ വെക്ടർ വരക്കണമെങ്കിൽ ഇവിടെ നമ്മൾ സ്മോൾ ഏരിയ എടുത്തു. അപ്പോൾ ഈ സ്മോൾ ഏരിയക്ക് ഞാനൊരു ഏരിയ വെക്ടർ വരക്കണമെങ്കിൽ, ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണ് ഏരിയ വെക്ടർ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും കിടക്കുന്നത് ഒരേ ഡയറക്ഷനിലാണ്. സോ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലല്ലേ ആംഗിൾ വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആർ ഇൻ സെയിം ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലക്സ് ത്രൂ സ്മോൾ ഏരിയ ഡി എസ്. ആ സ്മോൾ ഏരിയയിലൂടെയുള്ള ഫ്ലക്സ് എങ്ങനെയാണ്? ഇ ഡോട്ട് ഡി എസ്. സ്മോൾ ഏരിയയിലുള്ള ഫ്ലക്സ് ഇങ്ങനെയല്ലേ കാണാം? ഇ ഡോട്ട് എ എന്നല്ലേ ഫോമുല. അപ്പോൾ സ്മോൾ ഏരിയ ആകുമ്പോൾ ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഇ ഡി എസ് കോസ് തീറ്റ. ഓക്കെ, ഇവിടെ ആര് തമ്മിലുള്ള ആംഗിൾ തീറ്റ? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആർ ഇൻ സെയിം ഡയറക്ഷൻ. സോ തീറ്റ 0 ആണ്. സോ ഇ ഡി എസ് കോസ് 0 1. സോ ഇറ്റ് ഈസ് ഇ ഡി എസ്. ഇതാണ് ആ സ്മോൾ ഏരിയയിലൂടെ പോയ ഇലക്ട്രിക് ഫ്ലക്സ്. നമുക്ക് വേണ്ടത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പോൾ ഇതിലൂടെ പോയ, ഈ സർഫസിലൂടെ പോയ ഇവിടെ എല്ലാം ഉണ്ടാവും ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇതിലൂടെ പോയ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ്. അത് കണ്ടാൽ അത് ഈക്വൽ ടു ഇതാന്ന് തെളിയിക്കണം നമുക്ക്, അല്ലേ? അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ആണ് ഇവിടുത്തെ സ്ഫിയർ. ആ സ്ഫിയറിലൂടെ പോയ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡി എസ് വരും. ഇത് സ്മോൾ ഏരിയയിലൂടെ പോയ ഫ്ലക്സ് ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഫ്ലക്സ് കാണുന്നു. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് കാണിക്കാൻ എങ്ങനെ ഇട്ടത്. ഓക്കെ, ഇവിടെ ഇതൊരു പോയിന്റ് ചാർജാണ്. പോയിന്റ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല എന്നാ? ഓക്കെ, അല്ലെ ജസ്റ്റ് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഈ സ്ഫിയറിൻ്റെ മുകളിൽ, സ്ഫിയറിലൂടെ പോയ ഫ്ലക്സ് അല്ലേ കാണുന്നത്? ആ സ്ഫിയറിലൂടെ പോയ ഫ്ലക്സ് അല്ലേ? ഈ സ്ഫിയറിൻ്റെ മുകളിലെ എല്ലാ പോയിന്റും ഒരേ ഡിസ്റ്റൻസിലല്ലേ വരുന്നത്? 6. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് ആകുമ്പോൾ r ഡിസ്റ്റൻസ് അകലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല എന്നാ? പോയിന്റ് ചാർജിൻ്റെ കേസിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമുല എന്തായിരുന്നു? 1/4πε0 Q/r². അപ്പോൾ ഈ സ്ഫിയറിൻ്റെ മുകളിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇവിടെ എല്ലാ സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാവരുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം അല്ലേ? r സെയിം അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കോൺസ്റ്റന്റ് ഓവർ ദ സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാവരുടെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. ആ അർത്ഥത്തിൽ നമുക്ക് വി ക്യാൻ ടേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ്. സോ ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ്.
ഇലക്ട്രിക് ഫീൽഡ് പുറത്തെടുക്കാൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഒരു കാര്യം അകലത്തേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറയും, ശരിയാണ്. പക്ഷേ നമ്മൾ സ്ഫിയറിലൂടെയുള്ള ഫ്ലക്സ് അല്ലേ കാണുന്നത്. സ്ഫിയറിൻ്റെ മുകളിൽ എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, കാരണം ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയതുകൊണ്ട്. ഓക്കെ, ഇതൊരു പോയിന്റ് ചാർജാണ്. പോയിന്റ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല 1/4πε0 Q/r² ആണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല. ഇനി ഡി എസ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്മോൾ ഏരിയ ആണ്. ഈ സ്ഫിയറിൻ്റെ മുകളിലുള്ള സ്മോൾ ഏരിയ ആണ് ഡി എസ്. സ്മോൾ ഏരിയ ആണ് ഡി എസ്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ സ്ഫിയറിൻ്റെ ഫുൾ ഏരിയ കിട്ടും. ഒരു സ്ഫിയറിൻ്റെ ഫുൾ ഏരിയ എത്രയാണ്? 4πr² ആണ്. ഈ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ 4πr² ആണ്. ഓക്കെ, അപ്പോൾ 4π ക്യാൻസൽ, r² ക്യാൻസൽ. സോ ദ ആൻസർ ഈസ് 1/ε0 ബാക്കിയുണ്ട്, പിന്നെ ഒരു ക്യൂ ബാക്കിയുണ്ട്. ക്യൂ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ്. ഈ ചാർജാണ് ഉള്ളിലുള്ള ചാർജിനാണ് ചാർജ് എൻക്ലോസർ എന്ന് വിളിക്കുന്നത്. ചാർജ് എൻക്ലോസർ. അപ്പോൾ നോക്കൂ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ 1/ε0 ഇൻറ്റു ക്യൂ. ഇതാ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറയുന്നത് ആ സ്ഫിയർ എൻക്ലോസ് ചെയ്യുന്ന ചാർജ്, ആ സ്ഫിയറിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചാർജിൻ്റെ ഫ്ലക്സ് ആണ് ഇതിലൂടെ ഉണ്ടാവുക, സ്ഫിയറിലൂടെ ഉണ്ടാവുക. ഓക്കെ, യെസ്. സോ ഗോസ് തിയറം വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലുള്ള ചാർജ്, പുറമേയുള്ള ചാർജ് എടുക്കണ്ട, കാരണം പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് ഈ സ്ഫിയറിലൂടെ ഉണ്ടാവില്ല. നമ്മൾ ഫ്ലക്സ് അല്ലേ കാണുന്നത്, ടോട്ടൽ ഫ്ലക്സ് അല്ലേ കാണുന്നത്. പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് ഈ സ്ഫിയറിലൂടെ ഉണ്ടാവില്ല, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻഡിങ് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻ ഡിഫറെൻറ്റ് കേസസ്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു സ്ഫിയറിൻ്റെ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ചാർജ് Q1, ചാർജ് Q2, പ്ലസ് Q1 മൈനസ് Q2 പ്ലസ് Q3, ഇവിടെ ഒരു മൈനസ് Q4 ഉണ്ട്, ഒരു പ്ലസ് Q5 ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലൊരു പ്ലസ് Q6 ഉണ്ട്. ഓക്കെ, ഗോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നാ? ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ്. ഇവിടുത്തെ ക്ലോസ്ഡ് സർഫസ് ആരാ? ഈ സ്ഫിയറിലൂടെ പോയ ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ കാണാം? 1/ε0 ഇൻറ്റു നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് അല്ലേ. ഈ സ്ഫിയറിലൂടെ ആരുടെ ഫ്ലക്സാണ് ഉണ്ടാവുക? ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജുകളുടെ ഫ്ലക്സാണ് ഉണ്ടാവുക. പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ്, ഇതിന് ഫ്ലക്സ് ഇല്ല എന്നല്ല, ഇതിൻ്റെ ഫ്ലക്സ് ഈ സ്ഫിയറിലൂടെ ഇല്ല. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് പറയുമ്പോൾ ഉള്ളിലുള്ള ചാർജാണ് എടുക്കേണ്ടത്, പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് ഉണ്ടാവില്ല. നമ്മൾ ഫ്ലക്സ് അല്ലേ കാണുന്നത്, അപ്പോൾ പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് സ്ഫിയറിലൂടെ ഉണ്ടാവില്ല. അപ്പോൾ പുറമേ എത്ര ചാർജ് ഉണ്ടെങ്കിലും ഒഴിവാക്കുക. അപ്പോൾ ഇവിടെയുള്ള ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ ഈ ഉള്ളിലുള്ള ചാർജ് എടുക്കുന്നത്, അതിന് ഉള്ളിലുള്ള നെറ്റ് ചാർജ്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്യണം. Q1 പ്ലസ് ചാർജിനെ ആഡ് ചെയ്യുമ്പോൾ സൈൻ നോക്കണം, മൈനസ് Q2 പ്ലസ് Q3 പ്ലസ് Q6 വരും. ഇത്രയും ചാർജാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ആ ചാർജുകളാണ് എടുക്കേണ്ടത്. ചാർജ് എൻക്ലോസ്ഡിൻ്റെ സ്ഥാനത്ത് ഈ ചാർജുകളാണ് എടുക്കേണ്ടത്, പുറമേയുള്ള ചാർജിനെ എടുക്കേണ്ട. കാരണം ഫ്ലക്സ് കാണുമ്പോൾ പുറമേയുള്ള ചാർജിൻ്റെ ഫ്ലക്സ് സ്ഫിയറിലൂടെ ഉണ്ടാവില്ല. ഓക്കെ, ആ ഫ്ലക്സ് കാണുമ്പോൾ ഇവിടെ ഒരു ഇതിലെന്താ മൈനസ് വന്നേ? കാരണം നെഗറ്റീവ് ചാർജിൻ്റെ എൻറ്ററിങ് ഫ്ലക്സ് ആണ്, പോസിറ്റീവ് ചാർജിൻ്റെ ലീവിങ് ഫ്ലക്സ് ആണ്. ഓക്കെ, എൻറ്ററിങ് ഫ്ലക്സ് നെഗറ്റീവാണ്, ലീവിങ് ഫ്ലക്സ് പോസിറ്റീവാണ്. അപ്പോൾ ചിലതെല്ലാം പോസിറ്റീവ് വരും, നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അങ്ങനെ എൻറ്ററിങ് ഫ്ലക്സ് വരും, അപ്പോൾ അത് നെഗറ്റീവ് എടുക്കണം. ഓക്കെ, യെസ്. ഇനി നമ്മൾ അപ്പോൾ പുറമേയുള്ള ചാർജിനെ എടുക്കണ്ട എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഫ്ലക്സ് കാണുമ്പോൾ. പിന്നെ ഒരു സ്ഫിയറിൻ്റെ ഉള്ളിൽ ഒരു ഡൈപോൾ വെച്ചു, പ്ലസ് Q മൈനസ് Q, ഇങ്ങനെ ഒരു ഡൈപോൾ വെച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? ടോട്ടൽ ഫ്ലക്സ് ത്രൂ സ്ഫിയർ, ഈ സ്ഫിയറിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ്. ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ കാണാം? 1/ε ടോട്ടൽ ഫ്ലക്സ് ത്രൂ സ്ഫിയർ. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഗോസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണേ. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ 1/ε0 ഇൻറ്റു ഇവിടുത്തെ ചാർജ് എൻക്ലോസ്. ചാർജ് എൻക്ലോസ് എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ചാർജ്, ഉള്ളിലൊരു പ്ലസ് Q വരുന്നുണ്ട്,
പ്ലസ് ഒരു മൈനസ് ക്യൂ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 വരിക. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് 0 ആണ്. കാരണം എന്താണ്, ഇതിൻ്റെ എത്ര ഫ്ലക്സ് ലീവിങ് ഉണ്ടോ അത്ര തന്നെ ഫ്ലക്സ്, ഒരേ മാഗ്നിറ്റ്യൂഡ് അല്ലേ, അത്ര തന്നെ ഫ്ലക്സ് ഇവിടെ എൻട്രിങ് ഉണ്ടാവും. ലീവിങ് ഫ്ലക്സ് പോസിറ്റീവ്, എൻട്രിങ് ഫ്ലക്സ് നെഗറ്റീവ്. അപ്പോൾ രണ്ടും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് 0. അപ്പോൾ ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഡൈപോളാണ് വെച്ചതെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ് 0 ആണ്. ഓക്കെ, നെക്സ്റ്റ്. യെസ്, അടുത്തത് നമ്മൾ ഇതൊരു ക്യൂബാണ്. ക്യൂബ് എന്ന് പറയുമ്പം ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ക്യൂബ് ഒരു ബോക്സ് വിചാരിക്കും, മൊത്തം കവർ ചെയ്തിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഇതിൻ്റെ ഉള്ളിലൊരു ചാർജ് വെച്ചു. ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന് 6 ഫേസസ് ഉണ്ട് അല്ലേ, രണ്ട് ഇവിടെ വരും, 4, പിന്നെ ഇങ്ങനെ ഉണ്ടാവും, 6 ഫേസസ് വരും. ഇതിൻ്റെ ഉള്ളിലൊരു ചാർജ് വെച്ചു. ഇത് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ചാർജിനെ മൊത്തം കവർ ചെയ്യും. അതുകൊണ്ട് ക്യൂബ് ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഇത് മൊത്തം കവർ ചെയ്യണം. അപ്പോൾ ക്യൂബ് ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ആണെങ്കിലല്ലേ ഗോസിയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെയൊക്കെ പോകും, ഇങ്ങനെയെല്ലാം പോകും, ഇങ്ങനെയെല്ലാം ഈ 6 ഫേസിലൂടെയും ഫീൽഡ് ലൈൻസ് പോകും. ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണമാണ് ഫ്ലക്സ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ്, ഗോസിയർ പ്രകാരം ഈ ക്ലോസ്ഡ് സർഫസിലൂടെ പോയ എന്ന് പറഞ്ഞാൽ ഈ ക്യൂബിലൂടെ പോയ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് ക്യൂ, ഒരു ക്യൂ ഉള്ളൂ. അപ്പോൾ ക്യൂ തന്നെയാണ് എഴുതേണ്ടത്. ഇവിടുത്തെ ക്ലോസ്ഡ് സർഫസ് ആരാണ്? ക്യൂബാണ്. ക്യൂബ് എന്ന് പറയുമ്പം 6 ഫേസസ് ഉണ്ട്. അപ്പോൾ 6 ഫേസിലൂടെ പോയ ടോട്ടൽ ഫ്ലക്സ് ആയത് 6 ഫേസ് എന്ന് പറയുമ്പോൾ 6 × 1 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ത്രൂ 1 ഫേസ്, ഈ ക്യൂബിൻ്റെ ഒരു ഫേസിലൂടെ പോയ ഫ്ലക്സ്, ഇത് 6 ഫേസിലൂടെ പോയ ഫ്ലക്സാണ്. അതാണ് ക്ലോസ്ഡ് സർഫസിലൂടെ പോയ ഫ്ലക്സ് ആണിത്. അപ്പോൾ 1 ഫേസിലൂടെ പോയ ഫ്ലക്സ് എങ്ങനെ കിട്ടും? ഈ ഇൻറ്റു 6 അപ്പുറത്ത് പോയാൽ /6 ആവും. അപ്പോൾ ഡിവൈഡ് ബൈ 6 ആവും. അപ്പോൾ 1/6ε0 ഇൻറ്റു ക്യൂ വരും. ഇൻറ്റു 6 ഡിവൈഡ് ബൈ 6 ആയി. ഇതായിരിക്കും ഫ്ലക്സ് ത്രൂ 1 ഫേസ്. ഇതിൻ്റെ ഒരു ഫേസിലൂടെ പോയ ഫ്ലക്സ് ആയിരിക്കും ഇത്. ഫ്ലക്സ് ത്രൂ 1 ഫേസ് ആണത്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ക്യൂബിൻ്റെ ഈ ക്യൂബിൻ്റെ ഇവിടെ ചാർജ് വെച്ചു. ഇവിടെ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂബ് പിന്നെ ക്ലോസ്ഡ് സർഫസ് അല്ല. ക്ലോസ്ഡ് സർഫസ് പറഞ്ഞാൽ എന്താണ്? ചാർജിനെ ഫുള്ള് കവർ ചെയ്യണം. ഇപ്പോൾ ചാർജിനെ ഫുള്ള് കവർ ചെയ്യുന്നില്ല, ചാർജ് പിടിയാ കിടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ചാർജ് വെച്ചാൽ ക്യൂബ് ക്ലോസ്ഡ് സർഫസ് ആണ്. ഇവിടെ ചാർജ് വെച്ചാൽ ആ ചാർജിനെ ഫുള്ള് കവർ ചെയ്യുന്നില്ലല്ലോ. ഇവിടെ നോക്കിയാൽ നമുക്ക് ചാർജിനെ കണ്ടൂടെ. അപ്പോൾ ഇപ്പോൾ ക്യൂബ് ക്ലോസ്ഡ് സർഫസ് അല്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഗോസിയർ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ആക്കുക. എങ്ങനെയാണ് ക്ലോസ്ഡ് സർഫസ് ആക്കുക? ഈ ക്യൂബിൻ്റെ കൂടെ വേറൊരു ക്യൂബും കൂടി ഇവിടെ വെച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഫുള്ള് കവറായില്ലേ, ചാർജിനെ മൊത്തം ഉള്ളിലായി കളിയുക. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ഗോസിയർ അപ്ലൈ ചെയ്യുമ്പോൾ ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആക്കുക, ചാർജിനെ മൊത്തം കവർ ചെയ്യുന്ന രൂപത്തിൽ. അപ്പോൾ 2 ക്യൂബ് വെച്ചാൽ ഇതിനെ ഫുള്ള് കവർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസിലൂടെ പോയ ടോട്ടൽ ഫ്ലക്സ് ഈക്വൽ 1/ε0 ഇൻറ്റു ക്യൂ എന്നല്ലേ. ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് സർഫസ് പറയുമ്പോൾ എത്ര ക്യൂബ് ഉണ്ട്? 2 ക്യൂബ്. 2 ക്യൂബ് ചേർന്നതാണ് ക്ലോസ്ഡ് സർഫസ്. എന്ന് പറഞ്ഞാൽ 2 ക്യൂബിലൂടെ പോയ ഫ്ലക്സ് ആയത്. 2 ക്യൂബിലൂടെ പോയ ഫ്ലക്സ്.
2 ക്യൂബ് ചേർന്നിട്ടാണ് ക്ലോസ്ഡ് സർഫസ് ആയത്. ഓക്കെ, അപ്പം അങ്ങനെയാണെ ഫ്ലക്സ് ത്രൂ 1 ക്യൂബ് എത്ര വരും? ഇൻറ്റു 2 അങ്ങോട്ട് പോയാൽ ബൈ 2. അപ്പോൾ 1/2 എപ്സിലോൺ 0 ഇൻറ്റു ക്യൂബ് വരും. ഇതായിരിക്കും ഫ്ലക്സ് ത്രൂ 1 ക്യൂബ്. ഓക്കെ, നമ്മൾ ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിൽ നമ്മൾ ചാർജ് വെച്ചു. ഇതിൻ്റെ ഒരു കോർണറിൽ ഇവിടെ എങ്ങനെ ഒരു ചാർജ് വെച്ചു, ഒരു കോർണറിലാണ് വെച്ചത്. കോർണറിൽ വെച്ചാൽ ഈ ക്യൂബ് ക്ലോസ്ഡ് സർഫസ് അല്ല, ചാർജിനെ മൊത്തം കവർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, ഒരു ക്യൂബിൻ്റെ ഒരു കോർണറിലാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഈ ക്യൂബ് ക്ലോസ്ഡ് സർഫസ് അല്ല. ക്ലോസ്ഡ് സർഫസ് പറഞ്ഞാൽ ഈ ചാർജിനെ മൊത്തം കവർ ചെയ്യണം. ഇതിപ്പോൾ ഒരു കോർണറിലുള്ള, അപ്പോൾ അതിനെ ചാർജിനെ ഫുള്ള് കവർ ചെയ്തിട്ടില്ല. ഒരു കോർണറിലല്ലേ ചാർജ് വെച്ചേ. അപ്പോൾ നമ്മൾ ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർഫസ് ആക്കണം, എന്നാലേ ഗോസിയർ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതിനനുസരിച്ച് എത്ര ക്യൂബ് വെച്ചാലാണ് ക്ലോസ്ഡ് സർഫസ് ആവുക നോക്കണം. നിങ്ങൾ ഒരു കോർണറിൽ ചാർജ് വെച്ചിട്ട് നോക്കൂ. ഒരു കോർണറിൽ ചാർജ് വെക്കുമ്പോൾ, ക്യൂബിൻ്റെ ഒരു കോർണറിൽ ചാർജ് വെക്കുമ്പോൾ ജസ്റ്റ് ഈ ക്യൂബിൻ്റെ ഒരു കോർണറിലാണ് ചാർജ്. അപ്പോൾ ഇത് ക്യൂബ് ക്ലോസ്ഡ് സർഫസ് അല്ല, കോർണറിലാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഒരു ക്യൂബ് ഇവിടെ ഇടുക ഇതിൻ്റെ ലെവലായിട്ട്. അപ്പോൾ 2 എണ്ണമായ, ഒന്ന് ഇവിടെ ഇടുക, ഒന്ന് ഇവിടെ ഇടുക, 4 എണ്ണമായി. ഈ കോർണറിലാണ് ചാർജ് ഉള്ളത്. അപ്പോൾ 4 എണ്ണം ഇങ്ങനെ ഇട്ടാലും മുകൾ ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ആ ചാർജ് കാണാമല്ലോ. അതിനെ പിന്നെ കാണരുത്, ഫുള്ള് ക്ലോസ് ചെയ്യണം. അപ്പോൾ 4 എണ്ണം ഇങ്ങനെ ഇട്ടാലും മുകൾ ഭാഗത്ത് നോക്കിയാൽ ഈ കോർണറിലുള്ള ചാർജിനെ കാണാം. അപ്പോൾ ഫുള്ള് കവറാക്കണമെങ്കിൽ ഈ 4 എണ്ണം ഇവിടെ ഇങ്ങനെ വെച്ചല്ലോ, അതുപോലെ ഇതിൻ്റെ മേലെ വീണ്ടും 4 എണ്ണം ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്ന് വെക്കുക. അപ്പോൾ ഇത് ഫുള്ള് കവറായി. അപ്പോൾ ഫുള്ള് കവറാവണമെങ്കിൽ 4 8 ക്യൂബ് വേണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്നാണ് നമ്മുടെ ഫോമുല. ഇവിടുത്തെ ക്ലോസ്ഡ് സർഫസ് ആക്കാൻ വേണ്ടി 8 ക്യൂബ് വെച്ചു. 8 ക്യൂബ് ചേർന്നതാണ് ക്ലോസ്ഡ് സർഫസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ത്രൂ 1 ക്യൂബ് എത്രയാ? ഇൻറ്റു 8 ആ സൈഡ് പോയാൽ ബൈ 8 ആവും. അപ്പോൾ 1/8 എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ആ വരിക. ഇതായിരിക്കും ഫ്ലക്സ് ത്രൂ 1 ക്യൂബ്. ഓക്കെ, യെസ്. ഇനി ഇവിടെ നമ്മൾ ഇവിടെ NCERT ബുക്കിൽ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഞാൻ പറയാൻ പോകുന്ന ടൈപ്പ്. ഇവിടെ ഒരു സപ്പോസ് ഒരു 5 കറക്റ്റ് വാല്യൂ ആണെന്ന് ഓർമ്മ നോക്കണം. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ചാർജ്, ഒരു 5 മൈക്രോ കുളമ്പ് ചാർജ് ഇതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒരു സർഫസ്, അതിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് എല്ലാം വെറുതെ തന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എത്ര സെൻറ്റിമീറ്റർ അകലെയാണെന്നെല്ലാം പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ചോദ്യം ഇവിടെ ഇങ്ങനെ ഒരു സർഫസ് വെച്ചിന്, ഈ ചാർജ് ഇവിടെ ഉണ്ടല്ലോ. ചാർജ് ഉണ്ടാകുമ്പോൾ അതിലൂടെ ഫീൽഡ് ലൈൻസ് ഉണ്ടാവുമല്ലോ. ആ ഒരു സർഫസിലൂടെ പോയ ഫ്ലക്സ് കാണണം. ഈ സർഫസിലൂടെ പോയ ഫ്ലക്സ്, അതിലൂടെ പോയ ഫീൽഡ് ലൈൻസ് കാണണം. എത്ര ഫ്ലക്സ് പോയി എന്നുള്ളത് കാണണം. അപ്പോൾ ഇവിടെ ചാർജ്, ഇവിടെ വെറുതെ ഇങ്ങനൊരു സർഫസ് അവിടെ വെച്ചാൽ, ഇങ്ങനെ വെറുതെ ഒരു സർഫസ് വെച്ചാൽ അത് ക്ലോസ്ഡ് സർഫസ് ഒന്നല്ലല്ലോ. ക്ലോസ്ഡ് സർഫസ് പറഞ്ഞാൽ ഈ ചാർജിനെ മൊത്തം കവർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ സർഫസ് ക്ലോസ്ഡ് സർഫസ് ഒന്നല്ല. ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഇതുപോലത്തെ ഒന്ന് ഇവിടെ വെക്കണം, 2, ഒന്ന് ഇവിടെ വെക്കണം, 3, ഒന്ന് താഴെ വെച്ചു, 4. അങ്ങനെയാണെങ്കിലോ എന്നാലും ക്ലോസ്ഡ് ആയിട്ടില്ല. ഈ ഫ്രണ്ട് ഭാഗം അടക്കണം, ബാക്ക് ഭാഗം അടക്കണം. അപ്പോൾ ഇങ്ങനത്തെ എത്ര എണ്ണം വെക്കണം? 6 എണ്ണം. ഇതുപോലത്തെ 6 എണ്ണം ഇവിടെ 2 എണ്ണം വെക്കുക, താഴെ 1, 3 4 എണ്ണമായി മൊത്തം. ഫ്രണ്ട് ഭാഗം എടുക്കുക, ബാക്ക് ഭാഗം എടുക്കുക, മൊത്തം അടച്ചളയുക. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ആയി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒന്നിലൂടെ പോയതാണേ. പക്ഷേ ഈ ഒന്നിൻ്റെ കേസിൽ നമുക്ക് ഗോസിയർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഗോസിയർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫുള്ള് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ആക്കണമെങ്കിൽ ഇതുപോലത്തെ 6 എണ്ണം വെക്കണം അല്ലേ. അപ്പം ഫ്ലക്സ് ത്രൂ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ക്ലോസ്ഡ് സർഫസ്
ഈക്വൽ 1/ε0 ഇൻറ്റു ക്യൂ ആണ്. ക്യൂ തന്നിട്ടുണ്ട്. ഇനി ക്ലോസ്ഡ് സർഫസ് ആക്കണമെങ്കിൽ ഇങ്ങനത്തെ എത്ര എണ്ണം വേണം? 6 എണ്ണം വേണം. ഇങ്ങനത്തെ 6 എണ്ണം, ഇതുപോലത്തെ 6 എണ്ണം വെച്ചാലേ ക്ലോസ്ഡ് ആവും. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഒന്നിലൂടെ പോയതാ. അപ്പോൾ ഒന്നിലൂടെ പോയത് ഇൻറ്റു 6 അപ്പുറം പോയാൽ ബൈ 6 ആവും. അപ്പോൾ ഫ്ലക്സ് ത്രൂ 1 ഫേസ് 1/6ε0 ഇൻറ്റു ക്യൂ ആവും. ഇനി ചെയ്താൽ മതി. ഈ ഒന്നിലൂടെ പോയ ഫ്ലക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞ ഈ ഡിസ്റ്റൻസ് എല്ലാം തരും, ഇത്ര സെൻറ്റിമീറ്റർ എന്നെല്ലാം തരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡിസ്റ്റൻസ് ഒന്നും എവിടെയും വരുന്നില്ല. ഓക്കെ, സോ 1/6 ഇൻറ്റു ε0ൻ്റെ വാല്യൂ 8.85 ഇൻറ്റു 10⁻⁻12 ആണ് ε0ൻ്റെ വാല്യൂ, ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് 5 മൈക്രോ കൊളംബ് എന്ന് വെച്ചാൽ 5 ഇൻറ്റു 10⁻⁻6. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സർഫസിലൂടെ പോയ ഫ്ലക്സ് കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.